സാധാരണ നമ്മൾ നെയ്പത്രി ഉണ്ടാക്കുന്നത് അരി കുതിർത്ത ശേഷം അരച്ച് കുഴച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു നെയ്പത്രിയുടെ റെസിപ്പിയാണ് പുട്ടുപൊടി വെച്ചിട്ട്. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കണം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ചൂടാക്കുന്നത്. 1.5 കപ്പ് മതിയാവും. എക്സ്ട്രാ കുറച്ചും കൂടെ ചൂടാക്കുക. വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി എടുക്കാം. പുട്ടുപൊടി എന്ന് പറയുമ്പോൾ ഇച്ചിരി തരി ഉണ്ടാവും. നമ്മുടെ സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, ഇച്ചിരി തരിയുള്ള പൊടിയാണ്. വറുത്ത അരിപ്പൊടി തന്നെയാണ്. അരിപ്പൊടിയിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ലെവലാണ് ഉപ്പ് ചേർക്കുന്നത്. കൂടാതെ 1 ടീസ്പൂൺ തന്നെ നെയ്യും കൂടെ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ നല്ല തിളയ്ക്കുന്ന വെള്ളം വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു. അതിൽ നിന്ന് 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇനി 1/2 കപ്പും കൂടെ വെള്ളം ചേർക്കാം. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇച്ചിരി ലൂസായിട്ട് തോന്നും, അത് ഇരിക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിക്കോളൂ. ഇത് അടച്ചു വെക്കാം. ഇത് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. പൊടി റെസ്റ്റ് ചെയ്ത സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ്. അതിൻ്റെ ഡബിൾ പെരുംജീരകം ചേർക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി ചുമന്നുള്ളി, 1 കപ്പ് തേങ്ങ. 1 കപ്പ് പുട്ടുപൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് തന്നെ തേങ്ങ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. മാറ്റി വെക്കാം. 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. ചെക്ക് ചെയ്യാം. നമുക്ക് തൊടാൻ പറ്റുന്നൊരു ചൂടേ ഉള്ളൂ. ഈ ഒരു ട്രേയിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിച്ചാൽ മതിയാവും. ചെറിയ ചൂടുണ്ടാവും, ആ ചൂടിൽ തന്നെ വേണം കഴിക്കാൻ. നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയുടെ മിക്സ്ചർ ചേർക്കാം. തേങ്ങ, ജീരകം എല്ലാം കൂടെ ചതച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. മാവ് നമ്മൾ കുഴച്ച് ഇതേപോലെ ആക്കിയെടുത്തു. മാവ് കയ്യിലൊട്ടാത്തൊരു പരുവായി. ആ ഒരു പരുവ് നമ്മൾ നോക്കുന്നത്. ഇതേപോലെ ഈ സൈസിൽ ഡോ ബോൾസ് ആക്കുക. അത് ഷേപ്പ് ചെയ്തെടുക്കാം.
ബാക്കിയെല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഞാനൊരു 13ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതേപോലെ ഷേപ്പ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പം നന്ന തുണിയിട്ട് വെക്കുക. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈ ആയിപ്പോവും. നമുക്ക് നെയ്പത്തിരി ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാം. അപ്പം നല്ല ചൂടാവണം. ആ സമയം കൊണ്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നെയ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ പത്തിരി പ്രസ് വെച്ചിട്ട് ലൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിലും പ്രസ് ചെയ്തുണ്ടാക്കാം. ഇതേപോലെ പാച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ തൂത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളോ ഇടാം. ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വണ്ണം വേണം, ആ രീതിയിൽ പരത്തുക. ഈ ഒരു കട്ടിയിൽ പരത്തിയെടുക്കാം. അപ്പം അതിന് പകരം ഇതേപോലെ പ്രസ് ഇല്ല എങ്കിൽ നമ്മൾ ഒരു ട്രേയിലേക്ക് ഇച്ചിരി എണ്ണ തൂത്ത ശേഷം കൈ വെച്ച് വേണമെങ്കിലും പ്രസ് ചെയ്തെടുക്കാം. കൈയുടെ ഈ ഒരു ഭാഗം യൂസ് ചെയ്ത് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഓരോ പത്തിരിയും ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ പൊങ്ങി വരും. ടേൺ ചെയ്ത് മറ്റേ സൈഡ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ടല്ലേ അകത്ത് വേവാണ്ട് വരും. ഇടുമ്പോൾ എപ്പോഴും നല്ല ചൂട് വേണം, അല്ലെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കട്ടിയിൽ തന്നെ വരത്തണം. ഇതേപോലെ ഇച്ചിരി കട്ടി വേണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ പൊങ്ങി വരും. അതിനുശേഷം ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പൂരിയൊക്കെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ നല്ലതായിട്ട് പൊങ്ങി വരും. നെയ്പത്തിരി എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അപ്പം നെയ്പത്തിരി ഒക്കെ നമ്മുടെ റെഡിയാണ്. ഇതേപോലെ നല്ല മുരിഞ്ഞ് കിട്ടി, നല്ല പൂരി പോലെ നല്ല പൊങ്ങി കിട്ടി. ഇതേപോലെ വന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കാണിക്കാം. ഇതുപോലെ പുറത്തെ ലെയർ നല്ല ക്രിസ്പാണ്, അകത്തെ ലെയർ നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. സോഫ്റ്റ് ഒരു ലെയറാണ് അകത്തെ ലെയർ. ഇത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഇറച്ചിക്കറിയുടെ കൂടെ നല്ലതാണ്, മീൻ കറിയുടെ കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ കടലക്കറി, പീസ് കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.